ഞങ്ങൾ പഠിച്ചിട്ടൊക്കെ ഒരേ കോളേജിലായിരുന്നു, CET-യിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ PG ചെയ്തത്. അത് കഴിഞ്ഞ് ജോലിക്ക് പോയപ്പോഴും സ്ഥലം സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു, നോയിഡയിലായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നാളെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ. എനിക്കറിയാവുന്ന പുള്ളിക്ക് ഇഷ്ടമാണെന്ന്, പക്ഷെ പുള്ളി അത് പറയുന്നുണ്ടായിരുന്നില്ല. ഞാനാണ് അങ്ങോട്ട് പോയിട്ട് ചോദിച്ചത്. പുള്ളി ഉടനെ തന്നെ ഓക്കെ പറഞ്ഞു. വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം കേൾക്കാൻ. പ്രതീക്ഷയ്ക്ക് ഉയരുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് വാശിയൊക്കെ ഉണ്ട്, നിർബന്ധ ബുദ്ധിയൊക്കെയുള്ള കുട്ടിയാണ്. നിഷ്കളങ്ക തന്നെയാണ്, പാവമാണ്. ഇവരുടെ കാര്യം അവർ അനഘയുടെ വീട്ടിൽ പറഞ്ഞാൽ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, സമന്യമാണെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും, താല്പര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയോ ഇവിടെ വരെ എത്തി. ചേച്ചിയാണ്. എല്ലാ കാര്യത്തിലും എന്താ പറയാ, സപ്പോർട്ടീവാണ്, ആക്റ്റീവാണ്. പഠിത്ത കാര്യത്തിലാണെങ്കിലും ഡാൻസിനാണെങ്കിലും പാട്ടിനാണെങ്കിലും എല്ലാത്തിലും മിടുക്കിക്കുട്ടിയാണ് ഗംഗ. എല്ലാവരുമായിട്ടും നല്ല സഹകരണമാണ്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ മാറി നിൽക്കുന്ന ടൈപ്പോ അങ്ങനെയൊന്നും അല്ല. ബിടെക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെയൊക്കെ തോന്നിയിരുന്നു. മോൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് തോന്നിയെങ്കിലും ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഫൈനലി അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ആ മോനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. मैंने जाना मुझ में तू है, मैंने जाना. ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര പാവാണ്. എന്നെ ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ വരെ എത്തി. ഭയങ്കര ഹാപ്പിയാണ്, പിന്നെ എക്സൈറ്റഡ് ആണ്. तेरे आस पास दिन सारा ना जाना कब मैं दिल हारा, थोड़ा सा तूने बहकाया, बहलाया दिल को सहलाया. നല്ല മിടുക്കരാണ്. അപ്പോൾ അവരുടെ ഒന്നിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. कैसे अब कहें तेरे आस पास दिन सारा ना जाना कब मैं दिल हारा, थोड़ा सा तूने बहकाया. കാര്യം കിട്ടുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ്. പക്ഷെ ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. ചേട്ടന ചേച്ചിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടാണ് അച്ഛനമ്മയൊക്കെ. എന്തായാലും മോനെ ഞങ്ങൾക്ക് 100% ഇഷ്ടമാണ്. എല്ലാം നല്ലതായിട്ടിരിക്കട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.
सा तूने बहकाया बहलाया दिल को सहलाया രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. All the best. All the best, Salaka and Samanyu. तूने बहकाया बहलाया दिल को सहलाया मैंने जाना मुझे में तो है दिल है कैसे अब कहे